Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി TI മധുസൂദനൻ പയ്യന്നൂർ താലൂക്ക് ഓഫീസിലെത്തി ഉപവരണാധികാരി G സുരേഷ് ബാബു മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കല്യാശ്ശേരി മണ്ഡലം LDF സ്ഥാനാർത്ഥി M വിജിനും ശനിയാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് അഭിമാനോജ്വലമായ വിജയം ലഭിക്കാനുള്ള സാഹചര്യങ്ങളാണുള്ളതെന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ. പിണറായി വിജയൻ സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്നും കടന്നപ്പള്ളി. ചീമേനിയിലെ കോൺഗ്രസ് രക്തസാക്ഷികളുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി പ്രചാരണത്തിന് തുടക്കമിട്ട് തൃക്കരിപ്പൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ. കല്യാശ്ശേരി മണ്ഡലം NDA സ്ഥാനാർത്ഥി AV സനിൽ പര്യടനം ആരംഭിച്ചു. പഴയങ്ങാടി നെരുവമ്പ്രത്ത് തമ്പുരാൻകുന്നിൽ തീപിടുത്തം. ഏക്കർ കണക്കിന് പുൽമേടുകളും ജൈവ വൈവിധ്യങ്ങളും കത്തിച്ചാമ്പലായി. തീപിടുത്തം ഉണ്ടായത് ശനിയാഴ്ച ഉച്ചയോടെയാണ്. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി TI മധുസൂദനൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ശനിയാഴ്ച രാവിലെ 11 മണിയോടെ പയ്യന്നൂർ താലൂക്ക് ഓഫീസിലെത്തി ഉപവരണാധികാരി G സുരേഷ് ബാബു മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. പയ്യന്നൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി TI മധുസൂദനൻ പത്രിക സമർപ്പിച്ചു. AKG ഭവനിൽ നിന്നും നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായി എത്തിയാണ് പത്രികാ സമർപ്പണത്തിനായി പയ്യന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് എത്തിയത്. ഉപവരണാധികാരി G സുരേഷ് ബാബു മുൻപാകെയാണ് പത്രിക സമർപ്പണം നടത്തിയത്. PK ശ്രീമതി ടീച്ചർ, CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P സന്തോഷ്, C സത്യപാലൻ, സരിൻ ശശി, P ശ്യാമള, C കൃഷ്ണൻ, ജോസ് മാത്യു, V നാരായണൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ അസംബ്ലി മണ്ഡലത്തിൽ നിന്നുള്ള ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ ഇന്ന് സമർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തി വരികയാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടമാണ്. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള തുടർച്ചക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളെ സമീപിക്കുന്നത്. പയ്യന്നൂരിൻ്റെ അഭിമാനകരമായിട്ടുള്ള പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ സാധിക്കത്തക്ക നിലയിൽ എല്ലാവരുടെയും പിന്തുണയും സഹായവും വോട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവണം. UDFിൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടോ അല്ല ആരാണ് ഇപ്പോൾ ഒരു നിശ്ചയമില്ല ഒന്നിനും എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെയാണ് പയ്യന്നൂരിൻ്റെ സ്ഥിതി. ഞങ്ങൾ അതൊന്നും നോക്കുന്നേയില്ല. നമുക്ക് നമ്മുടെ ഈ മണ്ഡലത്തിൻ്റെ പുരോഗതിയും വികസനവും ജനങ്ങളുടെ ക്ഷേമവും അത് ഉറപ്പാക്കാൻ പറ്റുന്ന LDF ഈ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞല്ലോ, ഈ പയ്യന്നൂരിന് അതിമഹത്തായ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം എന്ന് പറയുന്നത് ഏത് കാലം മുതൽക്ക് തുടങ്ങിയതാണ്? ഈ മണ്ഡലം ഉണ്ടായ കാലം മുതൽക്ക് എന്നും എക്കാലവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി മാത്രം LDFനെ വിജയിപ്പിച്ച പാരമ്പര്യമുള്ള ഈ മണ്ണിൽ കളങ്കം ചേർക്കാൻ, ഈ മണ്ണിൽ ഏതെങ്കിലും തരി വിഷമിടാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് വിലപ്പോകില്ല. കല്യാശ്ശേരി മണ്ഡലം LDF സ്ഥാനാർത്ഥി M വിജിൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരി ജില്ലാ സപ്ലൈ ഓഫീസർ KN ബിന്ദു മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. LDF സ്ഥാനാർത്ഥി M വിജിൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു.
വരണാധികാരി ജില്ലാ സപ്ലൈ ഓഫീസർ KN ബിന്ദു മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രകടനമായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. LDF നേതാക്കളായ EP ജയരാജൻ, TV രാജേഷ്, N സുകന്യ, K പത്മനാഭൻ, T രാജൻ, താവം ബാലകൃഷ്ണൻ, PT സുരേഷ്, PP ദാമോദരൻ, P ഗോവിന്ദൻ, T ചന്ദ്രൻ എന്നിവരും പത്രികാ സമർപ്പണത്തിന് കൂടെയുണ്ടായിരുന്നു. മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി AV സനിലും UDF സ്ഥാനാർത്ഥിയായി രാജീവൻ കപ്പച്ചേരിയുമാണ് മത്സരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് അഭിമാനോജ്വലമായ വിജയം ലഭിക്കാനുള്ള സാഹചര്യങ്ങളാണുള്ളതെന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ. പിണറായി വിജയൻ സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്നും കടന്നപ്പള്ളി നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. കോൺഗ്രസ് എസ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റും കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ MLAയും രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രിയുമായ രാമചന്ദ്രൻ കടന്നപ്പള്ളി വീണ്ടും ഒരു അംഗത്തിനായി കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായി ഇറങ്ങുമ്പോൾ പൂർണ്ണ വിജയപ്രതീക്ഷയാണുള്ളതെന്നും രാമചന്ദ്രൻ കടന്നപ്പള്ളി വ്യക്തമാക്കി. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന് മുൻപ് ജന്മനാട്ടിലെത്തി മാതാപിതാക്കളുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം കണ്ണൂരേക്ക് തിരികെ പോകുകയായിരുന്നു രാമചന്ദ്രൻ കടന്നപ്പള്ളി. കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനോജ്വലമായ വിജയം ലഭിക്കാനുള്ള സാഹചര്യമാണെന്നും വീണ്ടും പിണറായി ഗവൺമെന്റ് അധികാരത്തിലെത്തുമെന്നും രാമചന്ദ്രൻ കടന്നപ്പള്ളി വ്യക്തമാക്കി. കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനോജ്വലമായ വിജയം നേടിയെടുക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. കേരളത്തിലുടനീളം അതിന് ആധാരഭൂതമായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെൻറ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, നാടിൻ്റെ പുരോഗതിക്കാവശ്യമായ നിരവധി കർമ്മപദ്ധതികൾ അതിന് സാക്ഷ്യമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചീമേനിയിലെ കോൺഗ്രസ് രക്തസാക്ഷികളുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി പ്രചാരണത്തിന് തുടക്കമിട്ട് തൃക്കരിപ്പൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ. മണ്ഡലത്തിലെ ആരാധനാലയങ്ങളിലും പ്രധാന കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥി സന്ദർശനം നടത്തി. ജനാധിപത്യ പ്രസ്ഥാനത്തിനായി പ്രവർത്തിച്ചതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട ചീമേനിയിലെ കോൺഗ്രസ് രക്തസാക്ഷികളുടെ സ്മൃതി മണ്ഡപത്തിൽ UDF നേതാക്കൾക്കൊപ്പം പ്രണാമമർപ്പിച്ചാണ് സന്ദീപ് വാര്യർ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടത്. കെട്ടിവെക്കാനുള്ള തുക ചീമേനി രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങൾ ചേർന്ന് UDF സ്ഥാനാർത്ഥിക്ക് നൽകി. കോൺഗ്രസ് പ്രസ്ഥാനം എന്നെ എത്രത്തോളം സ്വീകരിച്ചിരിക്കുന്നു, എന്നെ അവരുടെ ഒരാളാക്കി മാറ്റിയില്ല. ഞാൻ KPC ജനറൽ സെക്രട്ടറിയാണ്. എന്നാൽ പോലും എന്നേക്കാൾ കോൺഗ്രസിൽ സീനിയോറിറ്റിയുള്ള, കോൺഗ്രസിന് വേണ്ടി ജീവിതകാലം മുഴുവൻ ഒഴുകി വെച്ചിട്ടുള്ള ഒട്ടേറെ പേർ വിളിക്കുന്നുണ്ട്. ഒരുപാട് പേർ, കൃഷ്ണനെ ഒരുപാട് പേർ വിളിക്കുന്നുണ്ട്. എല്ലാവരുടെ പേര് പറയുന്നില്ല. ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ അർഹതയുള്ള ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. എന്നാൽ പോലും ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടി ഒരുപക്ഷെ നമ്മുടെ നേതൃത്വം എന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് മന്ദിരത്തിൽ നടന്ന ചടങ്ങിലാണ് തുക കൈമാറിയത്. DCC പ്രസിഡന്റ് PK ഫൈസൽ അധ്യക്ഷത വഹിച്ചു. KPCC അംഗം കരിമ്പിൽ കൃഷ്ണൻ, DCC ഭാരവാഹികളായ അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, P കുഞ്ഞികൃഷ്ണൻ, ടോമി പ്ലാച്ചേരി, തോമസ് മാത്യു, UDF ജില്ലാ കമ്മിറ്റി അംഗം K ശ്രീധരൻ മാസ്റ്റർ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ പടന്നയിലെ വിവിധ പള്ളികളിലെത്തി ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്ന സഹോദരർക്കൊപ്പം മധുരം കഴിച്ചു പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിറങ്ങിയവർക്ക് ഈദ് മുബാറക് നേരുകയും ചെയ്തു. UDF നേതാക്കളായ TKC മുഹമ്മദ് അലി ഹാജി, KP പ്രകാശൻ, UC മുഹമ്മദ് കുഞ്ഞി, സലീൽ പടന്ന തുടങ്ങി നിരവധി നേതാക്കൾ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. നവീകരണ അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവം നടക്കുന്ന നീലേശ്വരത്തെ പ്രമുഖമായ പള്ളിക്കര ഭഗവതി ക്ഷേത്രത്തിലെത്തി സ്ഥാനാർത്ഥി ദർശനം നടത്തി. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താന്റെ അനുഗ്രഹം തേടിയ ശേഷം വലിയ പറമ്പിലെ വിവിധ സ്ഥാപനങ്ങളിലും ബീച്ചുകളിലും വോട്ടർമാരെ കണ്ട് വോട്ട് തേടി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കല്യാശ്ശേരി മണ്ഡലം NDA സ്ഥാനാർത്ഥി AV സനിൽ പര്യടനം ആരംഭിച്ചു. ശനിയാഴ്ച രാവിലെ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വെച്ചാണ് പര്യടനത്തിന് തുടക്കം കുറിച്ചത്. BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് AV സനിലാണ് ഇത്തവണ കല്യാശ്ശേരിയിൽ NDA സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. ഇന്ന് രാവിലെ മുതൽ മണ്ഡലത്തിലെ പ്രധാന ക്ഷേത്രങ്ങൾ സന്ദർശിച്ചുകൊണ്ടാണ് പര്യടനം ആരംഭിച്ചത്. രാവിലെ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം, മാടായിക്കാവ് എന്നിവിടങ്ങളിലെത്തി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി. വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥന നടത്തി. BJP നേതാക്കൾക്കൊപ്പമാണ് സ്ഥാനാർത്ഥി പര്യടനം നടത്തുന്നത്.
ഇത്തവണ കല്യാശ്ശേരിയിൽ തിളക്കമാർന്ന വിജയം നേടാൻ സാധിക്കുമെന്ന് AV സനിൽ പറയുന്നു. 100% വിജയ പ്രതീക്ഷയാണ്. അതിന് കാരണമുണ്ട്. അതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ നിങ്ങളൊക്കെ പറയുന്ന 44,000 വോട്ടിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജിനുണ്ടായിട്ടുണ്ട് എങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും വിജിന്റെ ഭൂരിപക്ഷം വെറും 1000 വോട്ടിൽ ഒതുങ്ങിയിരുന്നു. അത് തന്നെയാണ് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും പൂർണ്ണ പ്രതീക്ഷ. കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണ നേട്ടവും കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ദുർഭരണമാണ് നടക്കുന്നത് എന്നും സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നും സനിൽ പറഞ്ഞു. BJP കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് പ്രകാശൻ, സുജിത് വടക്കൻ, KT മുരളി, സതീശൻ K, വിജേഷ് വെങ്ങര, ബിജു നാരായണൻ, MKV രാജീവൻ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനു മുൻപ് LDF സ്ഥാനാർത്ഥി TA മധുസൂദനൻ കരിവള്ളൂർ രക്തസാക്ഷി നഗറിലെത്തി അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. PK ശ്രീമതി, P രമേശൻ, സരിൻ ശശി, P ശ്യാമള തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപ് പയ്യന്നൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി TA മധുസൂദനൻ കരിവള്ളൂർ രക്തസാക്ഷി നഗറിലെത്തി. AV കുഞ്ഞമ്പുവിന്റെയും P കൃഷ്ണൻ മാസ്റ്ററുടെയും സ്മൃതി കുടീരത്തിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. PK ശ്രീമതി, P രമേശൻ, സരിൻ ശശി, K നാരായണൻ, PV ചന്ദ്രൻ മാസ്റ്റർ, P ശ്യാമള തുടങ്ങിയവരും TA മധുസൂദനനൊപ്പമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഇൻകുലാബ് സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്. നമുക്ക് വേണ്ടി, നാടിനു വേണ്ടി മരിച്ചൊരു ധീരസഖാക്കൾ, മരിച്ചൊരു ധീരസഖാക്കൾ. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കോത്തായിമുക്കിൽ സ്ഥാപിച്ചിരുന്ന V കുഞ്ഞികൃഷ്ണന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പൊളിച്ചു നീക്കി. ഓഫീസ് നിർമ്മിക്കാൻ സ്ഥലം വിട്ടു നൽകിയ ഉടമയ്ക്കുണ്ടായ ഭീഷണിയെ തുടർന്നാണ് നടപടിയെന്ന് V കുഞ്ഞികൃഷ്ണൻ അറിയിച്ചു. പയ്യന്നൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളൊരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കണ്ടോത്ത് ദേശീയപാതക്കരിയിൽ കോത്തായിമുക്കിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും അവിടെ കുറേ സ്ഥലം നോക്കി അവസാനം ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ടെത്തി അതിൻ്റെ ഉടമയോട് പെർമിഷൻ ആവശ്യപ്പെടുകയും അയാളുടെ ഓഫീസ്, താൽക്കാലിക ഓഫീസ് നിർമ്മിക്കാൻ പെർമിഷൻ നൽകുകയും ചെയ്തതാണ്. ഇന്ന് രാവിലെ അവിടെ പ്രവൃത്തി ആരംഭിച്ച് ഏതാണ്ട് ഉച്ചയോടുകൂടി അത് പൂർത്തീകരിച്ചതാണ്. അപ്പോൾ അതിനുശേഷം അതിൻ്റെ ഉടമ വിളിച്ചു പറഞ്ഞു, എന്നെ സഹായിക്കണം, എനിക്ക് എതിരെ ഭീഷണി ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് സ്ഥലം അനുവദിച്ചതിന്, അതുകൊണ്ടത് പൊളിച്ചു തരണം എന്നാവശ്യപ്പെടുകയുണ്ടായി. പയ്യന്നൂരിലെ ഒരു വ്യാപാരിയുടേതാണ് ആ സ്ഥലം. ഞങ്ങൾ മുഖാന്തരം മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ പകരം സ്ഥലം ഞങ്ങൾ കണ്ടെത്താം എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ആ ഓഫീസ് പൊളിച്ച് നീക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു സൂചനയാണ്. ഇത് മാത്രമല്ല, ഇതിനു മുമ്പ് ഞാൻ പാർട്ടിയിൽ ചില വിഷയങ്ങൾ ഉന്നയിച്ചതിൻ്റെ ഭാഗമായി പരിഹാരം കാണാത്ത സന്ദർഭത്തിൽ അത് പുറത്ത് പറയാൻ നിർബന്ധിക്കപ്പെട്ട സാഹചര്യത്തിലാണ് എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. അന്ന് എൻ്റെ വീട്ടിന് മുമ്പിൽ പടക്കം പൊട്ടിച്ചു. എനിക്ക് അനുകൂലമായി പ്രകടനം നടത്തിയ ഒരാളുടെ ബൈക്ക് അന്ന് രാത്രിയിൽ തീവച്ച് നശിപ്പിച്ചു. കോൺഗ്രസ്സുകാർ പയ്യന്നൂരിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പ്രകടനം നടത്തിയപ്പോൾ ആ പ്രകടനത്തെ ആക്രമിച്ചു. BJPക്കാരൊരു പ്രകടനം നടത്തിയപ്പോൾ ആ പ്രകടനത്തെയും ആക്രമിച്ചു. പയ്യന്നൂരിനെ എങ്ങോട്ടാണ് CPM കൊണ്ടുപോകുന്നത് എന്ന് പയ്യന്നൂരിലെ ജനാധിപത്യ വിശ്വാസികളായ വോട്ടർമാർ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. വലിയ നിലയിലുള്ള അടിയൊഴുക്ക് CPMനകത്ത് ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ട് വിരളി പൂണ്ട നിലയിലുള്ള സമീപനമാണ് ഇപ്പോൾ LDFൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം നീക്കങ്ങൾ അവസാനിപ്പിക്കാൻ ഉന്നത നേതൃത്വം ഇടപെട്ട് മുന്നോട്ട് വരണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് ജനാധിപത്യത്തിന് ചേർന്ന പ്രവൃത്തിയല്ല. തെരഞ്ഞെടുപ്പ് ജനാധിപത്യം വിനിയോഗിക്കാനുള്ള സന്ദർഭമാണ്. അപ്പോൾ ജനാധിപത്യ വിരുദ്ധമായ ഇത്തരം നീക്കങ്ങളുണ്ടാകുമ്പോൾ അത് അവസാനിപ്പിക്കാൻ നേതൃത്വം തയ്യാറാവുക.
ക്രമസമാധാന പാലനത്തിന്റെ ഭാഗമായും ജനങ്ങളിൽ സുരക്ഷാബോധം ഉറപ്പുവരുത്തുന്നതിനുമായി കണ്ണൂർ റൂറൽ പോലീസും BSFും ചേർന്ന് പയ്യന്നൂർ നഗരത്തിൽ റൂട്ട് മാർച്ച് നടത്തി. വെള്ളിയാഴ്ച വൈകുന്നേരം പെരുമ്പയിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. പയ്യന്നൂരിൽ പോലീസും BSFും സംയുക്തമായി റൂട്ട് മാർച്ച് നടത്തി. കണ്ണൂർ റൂറൽ പോലീസ് മേധാവി അനുജ് പുലിവാൾ IPS മാർച്ചിന് നേതൃത്വം നൽകി. അഡീഷണൽ SP ജയരാജ്, പയ്യന്നൂർ DYSP ഷൈജു PL, റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP പ്രേമചന്ദ്രൻ K, പയ്യന്നൂർ ഇൻസ്പെക്ടർ ബിനൂസ് C എന്നിവരും BSF അസിസ്റ്റന്റ് കമാൻഡന്റുമാരായ ഗോവിന്ദ് പ്രസാദ് ശർമ്മ, മനോജ് കുമാർ, സഞ്ജീവ് കുമാർ എന്നിവരും മാർച്ചിൽ അണിനിരന്നു. പെരുമ്പയിൽ നിന്നും തുടങ്ങിയ മാർച്ച് പുതിയ ബസ് സ്റ്റാൻഡ്, പഴയ ബസ് സ്റ്റാൻഡ്, സെൻട്രൽ ബസാർ വഴി പയ്യന്നൂർ പോലീസ് മൈതാനിയിൽ സമാപിച്ചു. പയ്യന്നൂർ, പഴയങ്ങാടി, പെരിങ്ങോം, പരിയാരം, ചെറുപുഴ എന്നീ പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരും 100-ലധികം BSF ജവാന്മാരും മാർച്ചിൽ പങ്കെടുത്തു. ഇലക്ഷനോടനുബന്ധിച്ച് വരാനിരിക്കുന്ന സാഹചര്യങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സേനയുടെ സജ്ജീകരണം പ്രകടിപ്പിക്കുന്നതിനുമായാണ് സംയുക്ത മാർച്ച് സംഘടിപ്പിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടി നെരുവമ്പ്രത്ത് തമ്പുരാൻകുന്നിൽ തീപിടുത്തം. ഏക്കർ കണക്കിന് പുൽമേടുകളും ജൈവ വൈവിധ്യങ്ങളും കത്തിച്ചാമ്പലായി. ശനിയാഴ്ച ഉച്ചയോടെയാണ് തീപിടുത്തം ഉണ്ടായത്. പഴയങ്ങാടി നെരുവമ്പ്രം തമ്പുരാൻകുന്നിൽ വൻ തീപിടുത്തമുണ്ടായി. ഏക്കർ കണക്കിന് പുൽമേടുകളും ജൈവ വൈവിധ്യങ്ങളും കത്തിച്ചാമ്പലായി. അപൂർവ ഇനം പൂമ്പാറ്റകളെയും മറ്റും കണ്ടുവരുന്ന പ്രദേശം കൂടിയാണിത്. തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയായിരുന്നു. ആദ്യം നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചു. പിന്നീട് പയ്യന്നൂരിൽ നിന്നും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തമ്പുരാൻകുന്നിന് സമീപത്ത് നിരവധി വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. തീ പടർന്നു പിടിച്ചത് ജനങ്ങളെ ഏറെ ആശങ്കയിലാഴ്ത്തി. ഒരു 12:30 സംഭവം കണ്ടത് നമ്മൾ. എല്ലാവരും വന്ന് തീ കത്തുന്നുണ്ടിട്ട് പുക വരുന്നുണ്ട് ചാടിക്കറി എല്ലാവരും. അപ്പോൾ തീ കത്തുന്നുണ്ടായി. നാട്ടുകാരെല്ലാം വിളിച്ച് നമ്മൾ കുറേ ശ്രമിച്ച് കെടുത്താൻ. വീട്ടുകാർ കുറേ വീടുണ്ട് അടുത്തടുത്ത്. എല്ലാവരും പൈപ്പിട്ടിട്ട് ഞങ്ങൾക്ക് കെടുത്തി. അങ്ങനെ ഫയർഫോഴ്സിനെ വിളിച്ച്, നല്ലോണം തീ കത്തുമ്പോൾ ഫയർഫോഴ്സിനെ വിളിച്ച് അവർ എത്തിപ്പെട്ട് അങ്ങനെ എല്ലാവരും കെടുത്താൻ ശ്രമിച്ചു. ഇപ്പം നല്ല രീതിയിൽ എല്ലാം കെടുത്ത്. വേനൽ ചൂട് കടുത്തതോടെ നിമിഷ നേരം കൊണ്ട് തീ ആളിപ്പടരുകയായിരുന്നു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ N മുരളി, ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ PP ലിജു, TP ധനേഷ്, P സത്യൻ, VM രവീന്ദ്രൻ, ജാറ്റിൻ ദേവ്, സിവിൽ ഡിഫൻസ് വളണ്ടിയർ K സജീവൻ, KM ഗോവിന്ദൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തീയണച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുഞ്ഞിമംഗലം മാങ്ങയുടെ ചരിത്രം തേടിയുള്ള യാത്ര അവസാനിച്ചത് 4 നൂറ്റാണ്ടുകളിലധികം പഴക്കമുള്ള കഥകളിലേക്ക്. നാട്ടുമാവുകൾ അന്യം നിന്നു പോകുമ്പോഴും കുഞ്ഞിമംഗലത്തിന്റെ തനത് മാവിനമായ കുഞ്ഞിമംഗലം മാവുകളും ഏറ്റവും സ്വാദിഷ്ടമായ അതിലെ മാങ്ങകളും ആരെയും ആകർഷിക്കും. കുഞ്ഞിമംഗലത്തേക്കുള്ള ഒരു യാത്രയിൽ കണ്ണിൽപ്പെട്ടൊരു കാഴ്ചയാണ് എല്ലാ വീടുകളിലും ഒരു മാവെങ്കിലും ഉണ്ടായിരിക്കും. അങ്ങനെ ഈ മാവുകളെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇത് കുഞ്ഞിമംഗലം മാവുകളാണെന്നറിഞ്ഞത്. അപ്പോൾ എനിക്കൊരാഗ്രഹം, ഇതിൻ്റെ ചരിത്രം അറിയണമെന്ന്. നിങ്ങൾക്കും അറിയാൻ ആഗ്രഹമില്ലേ? നമുക്ക് കുഞ്ഞിമംഗലം മാവിൻ്റെയും കുഞ്ഞിമംഗലം മാങ്ങയുടെയും ചരിത്രം തേടിപ്പോകാം. കുഞ്ഞിമംഗലത്തുകാരുടെ സ്വകാര്യ അഹങ്കാരമാണ് കുഞ്ഞിമംഗലം മാങ്ങയും കുഞ്ഞിമംഗലം മാവുകളും. 4 നൂറ്റാണ്ടിലധികം പഴക്കമുണ്ട് ഇതിൻ്റെ ഒരു കഥ അന്വേഷിച്ചു പോയാൽ. വളരെ പണ്ട് കണ്ണൂരിൽ നിന്നൊരു നമ്പ്യാർ, നമ്മുടെ മൂഷിക വംശം, എഴുമലയാണല്ലോ അതിൻ്റെ ആസ്ഥാനം, അത് കാണാൻ വന്നു. അപ്പോൾ മൂഷിക രാജവംശത്തിൻ്റെ അതൊക്കെ കണ്ട് തിരിച്ചു പോകുമ്പോൾ തെക്കുംപാട് വഴിയേ പോകാൻ പറ്റൂ. കടവെല്ലാം കണ്ട് തെക്കുംപാട് പോവുക. ഒരു വീട്ടിലെത്തി അല്പം വെള്ളം ചോദിച്ചു. അവർ വെള്ളം കൊടുത്തു. വെള്ളം കൊടുത്ത് തിരിച്ചു വരുമ്പോൾ അയാൾക്ക് കുറേ മാങ്ങയും കൊടുത്തു, കുഞ്ഞാലം മാങ്ങ. അദ്ദേഹം അത് എടുത്ത് നടന്നാണല്ലോ പോവുക വേണ്ട. കണ്ണപുരത്തെത്തിയപ്പോൾ അവിടെ ഇരുന്ന് 1-2 മാങ്ങ മുറിച്ചു വന്നു.
പിന്നെ കണ്ണൂരെത്തിയപ്പോൾ അവിടുന്ന് കുറച്ച് മാറുന്നു. അങ്ങനെ അയാളെ യാത്ര ഇവിടെ കുരിശാട്ടൂർ അവസാനിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ മാവിൻ്റെ വിത്തുകൾ നിക്ഷേപിച്ചുള്ളൊരു യാത്രയായിരുന്നത്. അവിടെയൊക്കെ പിന്നെ ഇതേ ഗുണമുള്ള മാങ്ങകളുണ്ടായി, മാവുകളുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. മാവുകൾ അന്യം നിന്നു പോകുന്ന ഇന്നത്തെ കാലത്ത് തണൽ വിരിച്ച് പന്തലിച്ച് നിൽക്കുന്ന കുഞ്ഞിമംഗലം കൂറ്റൻ മാവുകളും മാങ്ങകളും വിപണിയിൽ വൻ ഡിമാൻഡോടെ തുടരും. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. മാർച്ച് 22 ലോക ജലദിനം. വർത്തമാനകാലത്ത് ജലദൗർലഭ്യം ഒരു ആഗോള പ്രശ്നമായി മാറിയിരിക്കുന്നു. ശുദ്ധജലത്തിന്റെ ലഭ്യത വരും വർഷങ്ങളിൽ രൂക്ഷമാകും. പുതിയ കാലത്ത് മനുഷ്യർ നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് മലിനജലം. കുളങ്ങൾ, ചതുപ്പുനിലങ്ങൾ, പുഴകൾ എല്ലാം മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മലിനീകരിക്കപ്പെട്ട ജലത്തിന്റെ ഉപയോഗം അധികമായ ദാഹം, വയർവീർപ്പ്, കണ്ണിന് വിവിധ രോഗങ്ങൾ, ചൊറിച്ചിൽ എന്നിങ്ങനെ നിരവധി രോഗങ്ങൾ ഉണ്ടാക്കാം. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണത്തിന്റെ പ്രധാന കാരണങ്ങളിൽ രണ്ടാമത്തേത് വയറിളക്ക രോഗമാണ്. തുറന്ന കിണറുകളുള്ള നാടാണ് നമ്മുടേത്. പല കിണറുകളും മലിനമയമാണ്. ജലവുമായി ബന്ധപ്പെട്ട ആവാസ വ്യവസ്ഥകളായ മലകൾ, വനങ്ങൾ, നദികൾ, തടാകങ്ങൾ, നീർത്തടങ്ങൾ എന്നിവ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ലോകത്ത് എല്ലാവർക്കും 2030-നകം ശുദ്ധജലം ലഭ്യമാക്കുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കാവുകളിലും കഴകങ്ങളിലും ഇനി മറത്തുകളിയുടെ ആരവങ്ങൾ. വടക്കേ മലബാറിലെ അതിവിശിഷ്ടമായ ഒരു അനുഷ്ഠാന കലയാണ് പൂരക്കളിയും മറത്തുകളിയും. ദേവീക്ഷേത്രങ്ങളിൽ ദേവിയുടെ ഉപാസനയായിട്ടാണ് ഇവ അവതരിപ്പിക്കുന്നത്. കാവുകളിലും കഴകങ്ങളിലും ഇനി മറത്തുകളിയുടെ ആരവങ്ങൾ മുഴങ്ങും. കാർത്തിക തൊട്ട് പൂരം വരെയുള്ള 9 നാളുകളിലായി കൊണ്ടാടുന്ന പൂരോത്സവത്തിന്റെ ഭാഗമായാണ് മറത്തുകളി അരങ്ങേറുക. മറത്തുകളിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടന്നു വരുന്നു. 25-ാം തീയതി കഴകം കയറൽ, പന്തൽവലി എന്നിവ നടക്കും. കുഞ്ഞിമംഗലം അണീക്കര ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിലാണ് ഇക്കൊല്ലത്തെ ആദ്യത്തെ മറത്തുകളി നടക്കുക. അണീക്കര ക്ഷേത്രത്തിലെ രത്നാകരൻ പണിക്കർ അണ്ടോൾ, മല്യോട്ട് ശ്രീ പാലോട്ട് കാവിലെ സന്തോഷ് പണിക്കർ മണിയറ എന്നിവരാകും അണിയറയിലെത്തുക. മറത്തുകളി നയിക്കുന്നത് 2 ക്ഷേത്രങ്ങളിലെ പണിക്കർമാരായതുകൊണ്ട് അവർ തമ്മിലുള്ള അഭിവാദനമാണ് മറത്തുകളിയിലെ ആദ്യത്തെ ഇനം. ശ്ലോകം ചൊല്ലി വ്യാഖ്യാനിച്ചാണ് വാദപ്രതിവാദങ്ങൾ നടക്കുക. മറത്തുകളി അവസാനിക്കുന്നതോടെ പൂരക്കളിയും അതിലെത്തും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വയലപ്ര പാർക്കിന് സമീപത്തെ റോഡരികിൽ മാലിന്യങ്ങൾ തള്ളുന്നതായി പരാതി. ചെമ്പലിക്കുണ്ട് പാലം മുതൽ വയലപ്ര പാർക്ക് വരെയുള്ള റോഡരികിലാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുന്നത്. ചെറുതാഴം പഞ്ചായത്തിലെ വയലപ്ര പാർക്കും പുഴയോരവും സഞ്ചാരികളുടെ പ്രധാന ആകർഷണമാണ്. എന്നാൽ ഇപ്പോൾ ഈ പ്രദേശങ്ങളിലെ റോഡരികിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. ചെമ്പല്ലിക്കുണ്ട് പാലം മുതൽ വയലപ്ര പാർക്ക് വരെയുള്ള റോഡരികിലാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നത്. വിനോദസഞ്ചാരികൾ നിരന്തരമായി വരുന്നതിന്റെ ഫലമായി ഉപയോഗിച്ചു കഴിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ റോഡരികിലാണ് വലിച്ചെറിയുന്നത്. കണ്ടൽക്കാടുകൾ അനേകമുള്ള ഈ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുന്നത് അവയുടെ വളർച്ചയെ തന്നെ ബാധിക്കും. ഭൂമിയുടെ ജൈവസമ്പന്ന ആവാസ വ്യവസ്ഥകളിൽ പ്രധാനപ്പെട്ടവയാണ് കണ്ടൽക്കാടുകൾ. പ്രകൃതി ദുരന്തത്തെ വരെ ചെറുത്തു നിൽക്കുന്ന ഇവയുടെ വളർച്ചയെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സാരമായി ബാധിക്കും. ഇത്തരത്തിൽ പരിസ്ഥിതി നിയമങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കപ്പെടാതെ പോകുന്നത് ജനജീവിതത്തെ ഏറെ മോശകരമായി ബാധിക്കും. അതിനാൽ ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടിയും റോഡരികുകളിൽ ബോട്ടിൽ ബൂത്തുകളും മറ്റും സ്ഥാപിച്ച് മാലിന്യങ്ങൾ തള്ളുന്നത് തടയാൻ നടപടിയും സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പുരോഗമന കലാസാഹിത്യ സംഘം പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി അപ്പുക്കുട്ടൻ മാസ്റ്ററുടെ 1ാം ചരമവാർഷിക ദിനം ആചരിച്ചു. ഗാന്ധി പാർക്കിൽ നടന്ന അനുസ്മരണ പരിപാടി പുകസ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ കെ പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു.
പുരോഗമന കലാ സാഹിത്യ സംഘം മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കേരള സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറിയുമായിരുന്ന പി അപ്പുക്കുട്ടൻ മാസ്റ്ററുടെ 1ാം ചരമവാർഷിക ദിനം ആചരിച്ചു. പുരോഗമന കലാ സാഹിത്യ സംഘം പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയാണ് ഗാന്ധി പാർക്കിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. പുരോഗമന കലാ സാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ KP മോഹനൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അപ്പുക്കുട്ടൻ മാഷിനെക്കുറിച്ച് പയ്യന്നൂർക്കാരോട് പുറത്തുനിന്ന് വന്നിട്ടുള്ള ഞാൻ സംസാരിക്കുക എന്നുള്ളത് ഒട്ടും ഉചിതമായിട്ടൊരു കാര്യമല്ല. മാഷ് പയ്യന്നൂരിൻ്റെ ഒരു ഒഴിവാക്കാനാവാത്തൊരു ഭാഗമായിരുന്നു. പയ്യന്നൂരിലെ സാംസ്കാരിക ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പരിച്ഛേദമായിരുന്നു വാസ്തവത്തിൽ പി അപ്പുക്കുട്ടൻ മാഷ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പയ്യന്നൂരിലെ സാംസ്കാരിക ലോകത്തോട് മാഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വ്യക്തിപരമായ ഓർമ്മകൾക്കോ അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് ഇടപെട്ട് ജീവിച്ച സന്ദർഭങ്ങളെക്കുറിച്ചോ വളരെ വിശദമായിട്ടൊന്നും സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി അനുസ്മരണ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് പി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. വി നാരായണൻ, KK ഗംഗാധരൻ, PV കുഞ്ഞപ്പൻ, PK സുരേഷ് കുമാർ, KR സരളാഭായി, KV പ്രശാന്ത് കുമാർ, M രാജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാർച്ച് 21 ലോക കാവ്യദിനം. കവിതകൾ നമുക്കിടയിൽ നിറഞ്ഞു നിന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ പുതിയ കാലത്ത് കവിതകൾ പൂത്തുലയുന്നത് ഫേസ്ബുക്കിലാണ്. കവികൾ പലരും കാണാമറയത്തും. കവിതകളൊക്കെ ഫേസ്ബുക്കിൽ വന്നു നിറയുന്ന കാലമാണിത്. വലിയ പ്രഗത്ഭരെന്നൊന്നും പറയാനാകില്ലെങ്കിലും പലരുടെയും വരികൾ ഉള്ളിൽ തട്ടുന്നവയാണ്. അതുതന്നെയാണ് അവ ലക്ഷ്യം വയ്ക്കുന്നതും. 1000 പൂക്കളുള്ള റീത്തുമായി ആർത്തുകരഞ്ഞ നീയത്തും ഞാൻ മരിച്ചു കിടക്കുമ്പോൾ, അതിലൊരു പൂ മതിയായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് വസന്തമാകാൻ എന്നെഴുതുന്ന സോമൻ കടലൂരിനെ നമുക്ക് പരിചയമുണ്ട്. എന്നാൽ മറ്റു പലരുടെയും സ്ഥിതിയും അങ്ങനെയല്ല. ഒരാൾ എഴുതുന്നു, ചിലർ അങ്ങനെയാണ്, കാണാത്ത ദൈവത്തെ തേടി അലഞ്ഞുകൊണ്ടേയിരിക്കും. ഇനിയും ഒരാൾ കുറിക്കുന്നത് ഇങ്ങനെയാണ്, മറന്നുകളയുക തനിച്ചാക്കിയ ഇടങ്ങളും മരണത്തോളം വേദന തന്ന മനുഷ്യരെയും. മലഞ്ചെരുവിൽ ആദ്യത്തെ വിളക്കു തെളിയിച്ച് വേദനയിൽ കുതിർന്ന് എന്നോ മരിച്ചുപോയ അവൾ വായിക്കാനിരുന്നു. എല്ലാവരുടെയും വരികൾ ഉള്ളിൽ തട്ടുന്നവ തന്നെയാണ്. പല തലങ്ങളിലേക്കും അർത്ഥം വ്യാപിപ്പിക്കുന്നവയുമാണ്. പക്ഷേ ആരും സാഹിത്യമണ്ഡലത്തിൻ്റെ നഭസിലേക്ക് ഉയർന്നു വരുന്നില്ല. കാലം ഒരു പക്ഷേ അതിനവർക്ക് അവസരം നൽകുമെന്ന് ഈ കാവ്യദിനത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. LDF ആലപ്പടമ്പ ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മാത്തിൽ CK സ്മാരക ഹാളിൽ നടന്നു. CPM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സന്തോഷ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. LDF ആലപ്പടമ്പ ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മാത്തിൽ CK സ്മാരക ഹാളിൽ നടന്നു. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സന്തോഷ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള വികസനങ്ങൾ സ്വാഗത ഭാഷണത്തിൽ സഖാവ് സുനിൽകുമാറിനോട് സൂചിപ്പിച്ചിട്ടുണ്ട്. പൊതുവെ കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം ഭാസ്കരനോട് സംക്ഷിപ്തമായിട്ടെങ്കിലും പ്രതിപാദിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ നാട്ടിലെ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത് ഇപ്പോഴുള്ള ഭരണത്തിന് തുടർഭരണം ഉണ്ടാകുന്നതിനാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം 11ാമത് വർഷത്തിലേക്ക് കടക്കുന്നതിനു വേണ്ടി ടി മധുസൂദനന് വോട്ട് ചെയ്യണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ചില ആളുകൾ ചോദിക്കുന്നത്, ഈ തുടർഭരണം എന്തിനാണ്? പി അനസൂയ അധ്യക്ഷത വഹിച്ചു. MV സുനിൽകുമാർ, T തമ്പാൻ, PV ബാലൻ, NB ഭാസ്കരൻ, KP ഗോപാലൻ, KV ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. LDF കരിവെള്ളൂർ ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ AV സ്മാരക ഹാളിൽ നടന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C സത്യപാലൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. LDF കരിവെള്ളൂർ ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ AV സ്മാരക ഹാളിൽ നടന്നു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C സത്യപാലൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഈ നാളെ വെളുക്കുമ്പോളം നമ്മൾ തമ്മിൽ പറഞ്ഞാലും അത്രയും പറയാൻ നമുക്കുണ്ടാകും. അതെല്ലാം എന്നെപ്പോലെയോ എന്നേക്കാൾ ഏറെയോ അറിയുന്നവരാണ് എല്ലാവരും. അവർ അതിലേക്കൊട്ടും കൂടുതൽ വിശദീകരിച്ച് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ പ്രകടമാണ് ഈ മാറ്റം. ഞാനും നിങ്ങളും
ഈ മലയാളക്കരയിൽ കഴിഞ്ഞ 10 വർഷമായി ജീവിക്കുന്ന സ്ഥിരബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും ഈ വിസ്മയാവഹമായ വളർച്ചയെ, മുന്നേറ്റത്തെ, പുരോഗതിയെ കണ്ടിട്ട് നിൽക്കാൻ പറ്റുമോ? അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ? ഇതൊരു വസ്തുതയാണ്. നമ്മളെ കുറിച്ച് പറയുന്ന പടായിയല്ല. കേന്ദ്ര സർക്കാരും നമ്മൾ തമ്മിൽ ശക്തമായ രാഷ്ട്രീയ വൈരമുണ്ട്. അവിടെ നയങ്ങൾ നമ്മൾ ശക്തമായി വിമർശിക്കുന്നുണ്ട്. AV ബാലൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കെ നാരായണൻ, പി രമേശൻ, കെ വിനോദ് കുമാർ, വിജയൻ മാസ്റ്റർ, MV രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. സംഭരണമില്ല, ഉത്പാദനക്കുറവും രോഗബാധയും. അണ്ടിപ്പരിപ്പിന് ഓരോ വർഷവും വില വർദ്ധിക്കുമ്പോഴും കശുവണ്ടിക്ക് ആനുപാതികമായി വർദ്ധിക്കാത്തത് കാരണം പ്രതിസന്ധിയിലായ കശുവണ്ടി കർഷകർ ബാക്കി വന്ന കശുമാവുകൾ കൂടി മുറിച്ചുമാറ്റാനൊരുങ്ങുകയാണ്. ഓരോ വർഷവും പ്രതീക്ഷയോടെയാണ് കശുവണ്ടി കർഷകർ കശുവണ്ടിക്കാലത്തെ എതിരേൽക്കുന്നത്. കിട്ടുന്നതാണെങ്കിൽ നിരാശ മാത്രം. ഇക്കൊല്ലവും അതിന് മാറ്റമൊന്നുമില്ല. കശുവണ്ടി സീസൺ തുടങ്ങിയിട്ടും സംഭരണം തുടങ്ങാത്തത് കർഷകർക്ക് തിരിച്ചടിയാകുകയാണ്. കുറഞ്ഞത് 400 രൂപയെങ്കിലും കിട്ടണമെന്നാണ് കർഷകരുടെ ആവശ്യം. 150 രൂപയാണ് ഇപ്പോഴത്തെ വിപണി വില. മുൻകാലങ്ങളിൽ സഹകരണ സംഘങ്ങൾ വഴി കശുവണ്ടി സംഭരിച്ചിരുന്നു. ഇപ്പോൾ അത്തരം സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നില്ല. നിലവിലെ ചിലവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒന്നിനും തികയുന്നില്ലെന്ന് കർഷകർ പരാതിപ്പെടുന്നു. മുമ്പ് എന്ന് വെച്ചാൽ കർഷകരെ ഒറ്റ വരുമാനമായിരുന്നു കശുവണ്ടി. ആ കശുവണ്ടി ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കശുവണ്ടി ഒരു കശുമാവ് കാണണമെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ദൂരം പെരുതി പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു നമ്മുടെ നാട്ടിൽ. ആ രീതിയിലേക്ക് പോയി. പിന്നെ എല്ലാം കശുവണ്ടി മാത്രമല്ല, എല്ലാം തെങ്ങും കവുങ്ങും എല്ലാം നമ്മുടെ നാട്ടിലിപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കൂലി വർധനവും മറ്റേ നമ്മുടെ ഉൽപ്പാദനത്തിന് വിലയില്ലാത്തതും ഈ പണിക്കാരുടെ ക്ഷാമം കൊണ്ടും എല്ലാം നമ്മുടെ കാർഷിക മേഖല ഇപ്പോൾ ഒപ്പം വില താഴുമോ എന്ന ആശങ്കയും പങ്കുവയ്ക്കുന്നു. ഇത്തവണ കശുമാവുകൾ വ്യാപകമായി പൂത്തത് ഏറെ പ്രതീക്ഷകളാണ് കർഷകർക്ക് നൽകിയത്. എന്നാൽ മൂടലും മഴയും രോഗബാധയുമെല്ലാം ഒരുമിച്ചെത്തിയത് ഉൽപാദനത്തെ സാരമായി ബാധിച്ചു. ഇങ്ങനെയൊക്കെയാണെങ്കിലും അണ്ടിപ്പരിപ്പിന് ഓരോ വർഷവും വില കത്തിക്കയറുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. റോഡരികിൽ കുഴി രൂപപ്പെട്ടത് അപകട ഭീഷണിയാകുന്നു. വയലപ്ര പാർക്ക് ചെമ്പല്ലിക്കുണ്ട് റോഡരികിൽ ചെമ്പല്ലിക്കുണ്ട് പാലത്തിന് സമീപത്താണ് വലിയ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. വയലപ്ര പാർക്ക് ചെമ്പല്ലിക്കുണ്ട് റോഡരികിൽ ചെമ്പല്ലിക്കുണ്ട് പാലത്തിന് സമീപത്താണ് വലിയ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. പാർക്കിലേക്കുൾപ്പെടെ ദിനവും നിരവധി വാഹനങ്ങളും കാൽനടയാത്രക്കാരും കടന്നുപോകുന്ന റോഡ് കൂടിയാണിത്. ഇവിടെ ജനങ്ങൾ താൽക്കാലികമായി നൽകിയ ഒരു അപായ സൂചന മാത്രമാണുള്ളത്. വലിയ ഗർത്തമായതിനാൽ വാഹനങ്ങൾ ഭീതിയോടെയാണ് ഇതുവഴി കടന്നുപോകുന്നത്. സമീപത്തുകൂടി പുഴ ഒഴുകുന്നുമുണ്ട്. അപകടം സംഭവിച്ചാൽ വാഹനമോ യാത്രക്കാരോ പുഴയിലേക്ക് വീഴാനും സാധ്യതയുണ്ട്. ഗർത്തത്തിൽ വീണ് അപകടം സംഭവിക്കുന്നതിന് മുൻപ് തന്നെ ബന്ധപ്പെട്ട അധികൃതർ കുഴിയടയ്ക്കാനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. KSCSL പയ്യന്നൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ബൈപ്പാസ് നഗരസഭ ലിങ്ക് റോഡ് പരിസരത്ത് നടന്ന ക്യാമ്പ് റിട്ടയർഡ് ബ്രിഗേഡിയർ ജഗദീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് പയ്യന്നൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ റോട്ടറി ക്ലബ്ബും പയ്യന്നൂർ ഐ ഫൗണ്ടേഷനുമായി സഹകരിച്ചുകൊണ്ട് സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ ബൈപ്പാസ് നഗരസഭ ലിങ്ക് റോഡിൽ നടന്ന നേത്രപരിശോധന ക്യാമ്പ് റിട്ടയർഡ് ബ്രിഗേഡിയർ ജഗദീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അതിലൊന്ന് ഈ റോട്ടറി ക്ലബ്ബും പയ്യന്നൂർ ഐ ഫൗണ്ടേഷനുമായി ചേർന്നുള്ള ഫ്രീ ഐ ക്യാമ്പാണ്. കണ്ണ് ഒരു വ്യക്തിക്ക് മാത്രമല്ല, അയാളുടെ കുടുംബത്തിനും അയാൾ പ്രതിദാനം ചെയ്യുന്ന സൊസൈറ്റിക്കും കാഴ്ച കൊടുക്കുന്ന ഒരു അവയവമാണ്. നല്ല കാഴ്ചയുള്ള ഒരാൾക്ക് അയാളുടെ സ്വാതന്ത്ര്യത്തിനും അയാളുടെ അവകാശത്തിനും അവരുടെ വീട്ടുകാരുടെ അവകാശത്തിനും മറ്റ് വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിലെ കാര്യങ്ങൾക്കും നന്നായി പോരാടുവാൻ അത് സഹായിക്കുന്നു. നാരായണൻ, കേണൽ ചന്ദ്രൻ, കമലാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണൂർ ജില്ലാ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ താലൂക്ക് വാർഷിക ജനറൽ ബോഡി യോഗം
പയ്യന്നൂർ കണ്ടോത്ത് വെച്ച് നടന്നു. അശാസ്ത്രീയമായ സർക്കാർ നയങ്ങളും നികുതി ഭാരവും കാരണം പെട്രോളിയം വ്യാപാര മേഖല തകർച്ചയുടെ വക്കിലാണെന്ന് വ്യാപാരികൾ. അശാസ്ത്രീയമായ സർക്കാർ നയങ്ങളും നികുതിഭാരവും കാരണം പെട്രോളിയം വ്യാപാര മേഖല തകർച്ചയുടെ വക്കിലാണെന്നും ഈ മേഖലയെ സംരക്ഷിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും കണ്ണൂർ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ താലൂക്ക് കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പയ്യന്നൂരിൽ നടന്ന യോഗത്തിൽ വൈവിധ്യമാർന്ന വിഷയങ്ങളിൽ സുപ്രധാന പ്രമേയങ്ങൾ അംഗീകരിച്ചു. KDPDA പ്രസിഡന്റ് C. ഹരിദാസ് യോഗം ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂർ ജില്ലാ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി അനിൽ, ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി രാമചന്ദ്രൻ, ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ജയദേവൻ, രാജൻ, പയ്യന്നൂർ താലൂക്ക് സെക്രട്ടറി അജി മുത്തത്തി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.